ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അദ്ദേഹത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു ഫോട്ടോ കാണിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന യേശു കർത്താവ്. ആ ഫോട്ടോ കാണിക്കുന്നതിന് ആ കുഞ്ഞിനെ കണ്ടോ? മടിയിലിരിക്കുന്ന യേശുവിനെ കണ്ടോ? അതുപോലെ നിന്നെ ഇരുത്താനാണ് യേശു വന്നത്. അതുപോലെ നിന്നെ താലോലിക്കാനാണ് പിതാവ് പുത്രനെ അയച്ചത്. യേശു കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി. ആർക്ക് വേണ്ടി? യേശുവിന് കുടിക്കാൻ വേണ്ടിയാണോ? യേശുവിന് കൊതിയൊന്നുമില്ല. യേശു കുടിച്ചുമില്ല. അവൻ 5 അപ്പം 5000 പേർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു. എല്ലാവരും തിന്ന് തൃപ്തരായി. യേശു തിന്നൊന്നുമില്ല. യേശുവിന് സ്വന്തം കൊതി തീർക്കുക എന്നുള്ളതല്ല. അവന് കൊതിയുമില്ല, തീർക്കുകയല്ല. നമുക്ക് വേണ്ടി വന്നതാണ്. ഏറ്റവും പ്രധാനം നമ്മളെ മക്കളാക്കുക, ദൈവമക്കളാക്കുക. ഞാൻ പിതാവിനെ അപ്പാ എന്ന് വിളിക്കുന്ന പോലെ നിങ്ങൾ വിളിക്കണം. അതാണ് യേശുവിൻ്റെ ആഗ്രഹം, പിതാവിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി കർത്താവ് കുരിശെടുത്തു, ക്രൂശിൽ തൂങ്ങി മരിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു.